ഹലോ, ഇന്നൊരു കുഞ്ഞ് വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. തക്കാളി എല്ലാം പറിച്ചെടുക്കുവാണ് കേട്ടോ. ഞാൻ പഴുക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാത്തിരുന്നതാണ്, പക്ഷേ അത് പഴുക്കുന്നില്ല. ഒരുവിധം വിളഞ്ഞ് വരുമ്പോഴത്തേനും അതെല്ലാം ഒരുമാതിരി കേടായി പോവുക. ഇതാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തിട്ടാണെന്നൊന്ന് പറഞ്ഞു തരണേ. പിന്നെ ക്യാമറ ഞാൻ എടുത്തതിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പകുതിയേ വരുന്നുള്ളൂ. നമ്മൾ ഗാലറിയിൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ക്ലിയറായിട്ട് വരും, പക്ഷേ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. അത് ഞാൻ ക്യാമറ എന്തോ ആംഗിളിൽ വെച്ച പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ കുഞ്ഞായ തക്കാളി എല്ലാം ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഭയങ്കര വെയിലിൻ്റെ കാഠിന്യം ആയതുകൊണ്ട് എത്ര വെള്ളം ഒഴിച്ചാലും എല്ലാം അങ്ങ് മുരടിച്ച് പോവാണ് കേട്ടോ. കുഞ്ഞു തക്കാളി എല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. പകുതിയും കേടായിപ്പോയി. കണ്ടോ, പകുതി അതിൽ കേടായി പോവാണ് ചെയ്തത്. പിന്നെ വഴുതനയെല്ലാം പറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അവിടെ ഇതിനെ വഴുതനയെന്നാണോ പറയുന്നതെന്നൊന്ന് പറയണേ. ഇവിടെ കത്തിരിക്കയെന്നും വഴുതനയെന്നും ഒക്കെ പറയുന്നുണ്ട്. ഞാനിതിനെ എല്ലാത്തിനെയും വഴുതനയെന്നാണ് പറയുന്നത്. ചെറുതും വലുതും എല്ലാം പറിച്ചെടുക്കുവാണ്. വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് എത്ര വെള്ളം ഒഴിച്ചാലും മുരടിച്ച് പോവുകയാണ് ചെടികളെല്ലാം. അപ്പോൾ ചെറുതെല്ലാം നിന്ന് നമ്മൾ കറി വയ്ക്കാൻ പറ്റത്തില്ല, വാടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചെറുതും വലുതും എല്ലാം പറിച്ചെടുത്തു. അതുപോലെ ഇലയും എല്ലാം പുഴു തിന്നുന്നുണ്ട്. ഞങ്ങൾ ചെറിയ പൊടിക്കൈ വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്, പക്ഷേ എന്നാലും ഇല മൊത്തവും പുഴു തിന്നു തുടങ്ങി. കോവലും ഒക്കെ നല്ലപോലെ ഞങ്ങൾ പന്തലിട്ട് നല്ലപോലെ വന്നതാണ്. പക്ഷേ ഭയങ്കര വെയിലായതുകൊണ്ട് രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ചാലും ഒന്നും കിട്ടുന്നില്ല. എല്ലാം അങ്ങ് ഉണങ്ങിപ്പോവാണ്. വീടിൻ്റെ മണ്ടയിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര വെയിലല്ലേ. ഇതാ ചെറുതും എല്ലാം പറിച്ചെടുക്കുന്നുണ്ടേ. ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 പയറുണ്ടായിരുന്നു. ആ 2 പയറും ഞാനിങ്ങ് പറിച്ചെടുത്തു. 2 എണ്ണേ ഉള്ളായിരുന്നു. പിന്നെ കോവയ്ക്ക അതുപോലെ തന്നെ. അപ്പോൾ എല്ലാം കൂടെ 4-5 ദിവസത്തേക്കിന് എനിക്ക് കറി വയ്ക്കാനുള്ള സാധനങ്ങൾ എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ട് പയറുണ്ടായിരുന്നു, അത് 2 പറിച്ചെടുത്തു. പിന്നെ 2 കോവയ്ക്ക ഉണ്ടായിരുന്നേ, അതിനെ ഞാൻ പറിച്ചെടുത്തു. പിന്നെ അപ്പുറത്തെ കോവലിൽ നോക്കിയപ്പോൾ 4-5 കോവയ്ക്കയും കൂടെ നിൽക്കുന്നു. അങ്ങനെ അതിനെയും കൂടി ഞാൻ പോയി പറിച്ചുകൊണ്ട് വന്നായിരുന്നു. ഒരു കൈ കോവയ്ക്കയും കൂടെ കിട്ടി, അതിനെയും കൂടെ പറിച്ചുകൊണ്ട് വെച്ചു. പിന്നെ ഒരു പപ്പയ്ക്ക, രാവിലെ പഴുത്ത പപ്പയ്ക്ക കുത്തിയിട്ട സമയത്ത് ചെറുതും കൂടെ വന്ന് വീണു, അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൂമ്പും ഒടിച്ചെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.